പ്രിയരെ നമസ്കാരം. വായുപുരാണത്തിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവന്റെ അഭാവത്തിൽ ഒരു യാഗം നടത്തരുതെന്ന് ദധീചി മഹർഷി ദക്ഷനോട് പ്രതിഷേധം പ്രകടിപ്പിച്ചു. അതൊരു അശുദ്ധിയാണ്. എന്നാൽ ദക്ഷൻ ദധീചിയെ ചെവിക്കൊണ്ടില്ല. അതിനാൽ ഈ യജ്ഞത്തിൽ പങ്കെടുക്കില്ലെന്ന് മുനി തീരുമാനിച്ചു. മാത്രവുമല്ല, യാഗം പരാജയപ്പെടുവാൻ വിധിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം ദക്ഷനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ശിവനും പാർവതിയും കൈലാസത്തിലിരിക്കുമ്പോൾ അനേകം ആകാശവാഹനങ്ങൾ സഞ്ചരിക്കുന്നതും അതിൽ ദേവന്മാരും അവരുടെ പത്നിമാരും ഊർജ്ജസ്വലരായി ഇരിക്കുന്നതും അവർ ശ്രദ്ധിച്ചു. ഈ ദേവന്മാരെല്ലാം എവിടെ പോകുന്നു? ആകാംക്ഷയോടെ പാർവതി ചോദിച്ചു. ദക്ഷൻ ഒരു യജ്ഞം നടത്തുന്നു, അവരെല്ലാം ആ യാഗത്തിൽ പങ്കെടുക്കുവാൻ പോവുകയാണ്. ശിവൻ അവൾക്ക് മറുപടി നൽകി. താങ്കൾ എന്താണ് പോകാത്തത്? പാർവതിക്ക് അതിശയം. ഒരുപക്ഷെ നിങ്ങളെ ക്ഷണിക്കാത്തതാണോ? പക്ഷേ അതെങ്ങനെ സാധ്യമാകും? നിങ്ങളെ ക്ഷണിക്കാതെ എങ്ങനെ ഒരു യാഗം സംഘടിപ്പിക്കുവാനാകും? മറ്റെല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനല്ലേ താങ്കൾ? നിങ്ങളുടെ വഴിപാടുകളുടെ വിഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ ദയവായി എന്തെങ്കിലും പ്രവർത്തിക്കുക. അത് കേൾക്കെ ശിവൻ തൻ്റെ വായിൽ നിന്ന് ഒരു രാക്ഷസനെ സൃഷ്ടിച്ചു. ആ അസുരനാണ് വീരഭദ്രൻ. അവന് 1000 കൈകാലുകളും തലകളും ഉണ്ടായിരുന്നു. അനേകം ആയുധങ്ങൾ വഹിച്ചിരുന്നു. അവൻ്റെ ജ്വലിക്കുന്ന മുഖം സൂര്യനെ പോലെ തിളങ്ങി. പൊടുന്നനെയാ രൂപം ആകാശത്തേക്ക് ഉയർന്നു. വീരഭദ്രൻ ശിവനെ വണങ്ങി. എന്താണ് എനിക്കായുള്ള കൽപ്പനകൾ? പോയി ദക്ഷന്റെ യജ്ഞം നശിപ്പിക്കുക എന്നതായിരുന്നു മറുപടി. വീരഭദ്രൻ യാഗത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. നാശത്തിൻ്റെ ദൗത്യത്തിനായി അവനെ സഹായിക്കുവാൻ വേണ്ടി മറ്റു നിരവധി ഭൂതങ്ങളെ അവൻ സൃഷ്ടിച്ചു. വീരഭദ്രന്റെ തോഴിയായി അഭിനയിക്കാൻ പാർവതി സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ദേവതയെയും സൃഷ്ടിച്ചു. ഈ ദേവതയ്ക്ക് ഭദ്രകാളി എന്ന് പേരിട്ടു. ആ സൈന്യം ദക്ഷന്റെ ഭവനത്തിലേക്ക് വരികയും അവിടെയുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്തു. പർവ്വതങ്ങൾ അവരുടെ ഗർജനത്താൽ കുലുങ്ങി വിറച്ചു. യാഗത്തിൽ പങ്കെടുക്കുവാനെത്തിയ ദേവന്മാരും മുനിമാരും എന്തു ചെയ്യണമെന്നറിയാതെ നിലകൊണ്ടു. അവർ അവരെ മർദ്ദിച്ചു. ബലിതർപ്പണത്തിനായി കുന്നുകൂട്ടിയിരുന്ന വഴിപാടുകൾ വീരഭദ്രനും കൂട്ടരും ചിതറിത്തെറിപ്പിച്ചു. സ്ഥാപിച്ചിരിക്കുന്ന ചട്ടക്കൂടുകൾ തകർത്തു. ദക്ഷൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ വീരഭദ്രൻ അദ്ദേഹത്തെ പിടികൂടി ഒരു വാളുകൊണ്ട് തലയറുത്തു. ബ്രഹ്മാവും മറ്റു ദേവന്മാരും വീരഭദ്രനോടും കൂട്ടാളികളോടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരായാലും ദയവായി സമാധാനിക്കുക. ദയവായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുകയും ഞങ്ങളെ വെറുതെ വിടുകയും ചെയ്യുക. എന്നോട് ആരും പ്രാർത്ഥിക്കരുത്. വീരഭദ്രൻ മറുപടി പറഞ്ഞു. ഞാൻ മഹാനായ ശിവന്റെ ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ശിവനോട് തന്നെ പ്രാർത്ഥിക്കുക. ദേവന്മാരും മുനിമാരും ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് സ്ഥിതിഗതികൾ സമാധാനപൂർണമാക്കി. വീരഭദ്രൻ മുഴുനാശം ആരംഭിക്കുന്നതിന് മുൻപ് അവൻ ചുറ്റുപാടുകളെ പഴയ നിലയിലേക്ക് സ്ഥാപിച്ചു. ദക്ഷനും അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതോടെ അദ്ദേഹം ശിവന് അർഹമായ ബഹുമാനം നൽകി. ഇതുവരെ പറഞ്ഞ വിവരണം മറ്റു ചില പുരാണങ്ങളിലുണ്ട്. എന്നാൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ അതിൻ്റെ അവശ്യ ഘടകങ്ങളിൽ വ്യത്യാസമുണ്ട്. അവ വിപുലമായ രീതിയിൽ തന്നെ അവിടെ പ്രതിപാദിക്കുന്നു. ഭാഗവത പുരാണത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ സതി ജീവിച്ചിരുന്നപ്പോൾ യക്ഷൻ നടത്തിയ യജ്ഞത്തിലേക്ക് ശിവനെ ക്ഷണിച്ചില്ല. ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ പോയ സതി അവിടെ വെച്ച് അവളുടെ പിതാവിനാൽ അപമാനിക്കപ്പെട്ടു. ഈ അപമാനങ്ങൾ സഹിക്കവയ്യാതെ അവൾ സ്വയം തീ കൊളുത്തി. സതിയുടെ മരണവാർത്തയാണ് ചടങ്ങ് നശിപ്പിക്കാൻ ശിവനെ പ്രേരിപ്പിച്ചത്. ഭാഗവത പുരാണത്തിൽ സതിയുടെ മരണാനന്തരവും പാർവതി പുനർജനിക്കുന്നതിന് വളരെ മുൻപും അതനുസരിച്ച് നാശം സംഭവിച്ചു. ഭൂമിശാസ്ത്രപരമായി സ്വയംഭൂവ മനുവിന് പ്രിയവ്രതൻ, ഉത്ഥാനപാദൻ എന്നിങ്ങനെ 2 പുത്രന്മാരുണ്ടായിരുന്നു. പ്രിയവ്രതന് 10 പുത്രന്മാരുണ്ടായിരുന്നുവെന്ന് മിക്ക പുരാണങ്ങളും പറയുന്നു. അഗ്നീന്ദ്രൻ, വപുഷ്മാൻ, മേധൻ, മേധാതിഥി, വിഭു, ജ്യോതിഷ്മാനൻ, ദുതിമാനൻ, ഹവ്യൻ, സാവനൻ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. മറ്റു പുരാണങ്ങളിലെ ഈ പുത്രന്മാരുടെ പേരുകൾ വായുപുരാണത്തിൽ നൽകിയിരിക്കുന്നവയുമായി പൂർണ്ണമായും യോജിക്കുന്നില്ല. പ്രിയവ്രതൻ വനത്തിലേക്ക് വിരമിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യം തൻ്റെ 7 പുത്രന്മാർക്ക് വീതിച്ചു. പ്രിയവ്രതൻ ഭൂമിയെ മുഴുവൻ ഭരിച്ചിരുന്നതിനാൽ ഭൂമി 7 മേഖലകളായി, അതായത് ദ്വീപുകളായി വിഭജിക്കപ്പെട്ടു. അഗ്നീന്ദ്രയ്ക്ക് ജംബുദ്വീപ്, മേധാതിഥിക്ക് പ്ലഷദ്വീപ്, വപുഷ്മാന് ശൽമലി ദ്വീപ്, ജ്യോതിഷ്മാന് കുശദ്വീപ്, ദുതിമാന് ക്രൗഞ്ചദ്വീപ്, ഹവ്യന് ശഖദ്വീപ്, സവനന് പുഷ്പകരദ്വീപ് എന്നിവ പാരമ്പര്യമായി ലഭിച്ചു. എന്തുകൊണ്ടാണ് ബാക്കി 3 പേരായ മേധൻ, വിഭു, സർവൻ എന്നിവർക്ക് യഥാർത്ഥ രാജ്യത്തിൻ്റെ ഓഹരി ലഭിക്കാത്തതെന്ന് വായുപുരാണം പറയുന്നില്ല. വിഷ്ണു പുരാണമനുസരിച്ച് ഈ 3 പുത്രന്മാരും ഭരണത്തിൽ താല്പര്യമില്ലാത്തവരായിരുന്നു. അതനുസരിച്ച് അവർ ധ്യാനത്തിനായി വനത്തിലേക്ക് യാത്രയായി. ജംബുദ്വീപിലെ ഭരണാധികാരിയായ അഗ്നീന്ദ്രയ്ക്ക് നഭി, കിംപുരുഷൻ, ഹരി, ഇലവൃതൻ, രമ്യൻ, ഹരിന്മന, കുരു, ഭദ്രാശ്വൻ, കേതുമാലൻ എന്നീ 9 പുത്രന്മാരുണ്ടായിരുന്നു.
ആറാമത്തെ പുത്രനെ മറ്റു പുരാണങ്ങളിൽ ഹരിന്മനൻ എന്നതിലുപരി ഹിരൺമനൻ എന്നാണ് വിളിക്കുന്നത്. അഗ്നിധരൻ വനവാസത്തിന് സമയമായപ്പോൾ ഈ 9 പുത്രന്മാർക്ക് ജംബൂദ്വീപ് പകുത്തുകൊടുത്തു. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശം നബിക്ക് അവകാശമായി ലഭിച്ചു. ഇതാണ് പിന്നീട് ഭാരതവർഷം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. വർഷം എന്ന പദം ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്നു. കിം പുരുഷന് ഹേമകുട വർഷവും, ഹരിക്ക് നൈഷധ്വർ വർഷവും, രമ്യന് നിലവർഷവും, ഹരിന്മനയ്ക്ക് ശ്വേതവർഷവും, ഭദ്രാശ്വന് മാല്യവന വർഷവും, കേതുമാലയ്ക്ക് ഗന്ധമാദന വർഷവും ലഭിച്ചു. സുമേര് പർവ്വതത്തിന് ചുറ്റുമുള്ള പ്രദേശവും ശൃംഗന പർവ്വതത്തിന് വടക്കുള്ള കുരു പ്രദേശവും ഇലവ്രതന് അവകാശമായി ലഭിച്ചു. ഈ പ്രദേശങ്ങളുടെ പേരുകൾ മറ്റു പുരാണങ്ങളിൽ നൽകിയിരിക്കുന്ന പേരുകളിൽ നിന്നും തീർത്തും വ്യതിചലിച്ചിരിക്കുന്നു. വായുപുരാണം അവയിലുള്ള പർവ്വതങ്ങളുടെ പേരിലാണ് പ്രദേശങ്ങൾക്ക് പേരിടുന്നത്. മറ്റു പുരാണങ്ങളിൽ ആ പ്രദേശങ്ങളുടെ പേരുകൾ നോക്കിയാൽ കിം പുരുഷന് കിം പുരുഷ വർഷം, ഹരിക്ക് ഹരിവർഷം, രമ്യന് രമ്യക വർഷം, ഹിരൺമന് ഹിരൺമന വർഷം, കുരുവിന് കുരുവർഷം, ഭദ്രാശ്വന് ഭദ്രാശ്വ വർഷം, കേതുമാലയ്ക്ക് കേതുമാല വർഷം എന്നിവ പാരമ്പര്യമായി ലഭിച്ചു. വായുപുരാണത്തിലേക്ക് മടങ്ങുമ്പോൾ നബിക്ക് ഋഷഭൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ഋഷഭന്റെ മകനാണ് ഭരതൻ. ഭരതന് ശേഷമാണ് നബി ഭരിച്ചിരുന്ന പ്രദേശം ഭാരതവർഷം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. സുമേര് പർവ്വതം ജംബൂദ്വീപിലാണ്. ഇതിന് വളരെ ഉയർന്ന ഉയരമുണ്ട്. അവിടെ സ്വർണത്തിൻ്റെ നിക്ഷേപം ധാരാളമായി കാണാം. കൊടുമുടിയുടെ കിഴക്കൻ ചെരിവ് വെളുത്തതും ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടതുമാണ്. വടക്കൻ ചെരിവ് ചുവന്നതും ക്ഷത്രിയരുമായി ബന്ധപ്പെട്ടതുമാണ്. തെക്കൻ ചെരിവ് മഞ്ഞയും വൈശ്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടിഞ്ഞാറൻ ചെരിവ് ചാരനിറമുള്ളതും ശൂദ്രരുമായി ബന്ധപ്പെട്ടതുമാണ്. താമരപ്പൂവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ പുഷ്പത്തിൻ്റെ തണ്ടിൽ നിന്നാണ് മേരു രൂപപ്പെട്ടത്. സുമേര് പർവ്വതം വിവരിക്കുക അസാധ്യമാണ്. അത് വിവരിക്കാൻ ശ്രമിച്ച വിവിധ ഋഷിമാരും അവരുടെ വിവരണങ്ങളും തമ്മിൽ യോജിക്കുന്നില്ല. കാരണം ഓരോ ഋഷിമാരും കണ്ടതും വിവരിച്ചതും കൊടുമുടിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. അത്രി മഹർഷി അതിനെ 100 കോണുകൾ ഉള്ളതായി വിശേഷിപ്പിച്ചു. അതിന് 1000 കോണുകൾ ഉണ്ടെന്ന് ഭൃഗുമുനി പറഞ്ഞു. സവർണി മുനിയതിന് അഷ്ടഭുജമാണെന്ന് കരുതി. ഭാഗുരി മഹർഷിയുടെ വിവരണത്തിൽ അതിന് ചതുർഭുജത്തിൻ്റെ ആകൃതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് സമുദ്രം പോലെ രൂപരഹിതമാണെന്ന് വർഷായനി മുനി പ്രതിപാദിക്കുന്നു. ക്രൗഷ്ടികി മുനി അതിനെ വൃത്താകൃതി എന്ന് വിശേഷിപ്പിച്ചു. ഒരു സ്ത്രീയുടെ മടഞ്ഞ മുടിയുടെ ആകൃതിയാണ് അതിനുള്ളതെന്ന് ഗാർഗ്യമുനി പ്രസ്താവിച്ചു. സുമേര് പർവ്വതത്തെ വേണ്ടത്ര വിവരിക്കാൻ കഴിഞ്ഞത് മഹാബ്രഹ്മത്തിന് മാത്രമാണ്. കൊടുമുടിക്ക് ചുറ്റുമുള്ള പ്രദേശത്ത് മനോഹരമായ നിരവധി താഴ്വരകൾ ഉണ്ടെന്നറിയാം. ഈ താഴ്വരകളിൽ ശുദ്ധജലങ്ങളുള്ള കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ ആയിരക്കണക്കിന് താമരകൾ വിരിയുന്നു. തൂണുകളും സ്വർണ്ണ കവാടങ്ങളുമുള്ള പല കുളങ്ങളുമുണ്ട്. ഇവിടെ ദേവന്മാരുടെ ആകാശവാഹനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന വിമാനത്താവളങ്ങളുണ്ട്. ഈ സ്ഥലങ്ങൾ കൂടാതെ ഋഷിമാർ പതിവായി സന്ദർശിച്ചിരുന്ന നിരവധി ആശ്രമങ്ങളുമുണ്ട്. എന്നാൽ സുമേരു പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവിൻ്റെ പ്രശസ്തമായ സമ്മേളന സദസ്സാണ് ഏറ്റവും അത്ഭുതകരമായത്. ഈ സമ്മേളന സദസ്സ് മനോവതി എന്നാണ് അറിയപ്പെടുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വതങ്ങൾ, നദികൾ, കുളങ്ങൾ, താഴ്വരകൾ എന്നിവ ഇപ്പോൾ വായുപുരാണം വിവരിക്കുന്നു. ഇവയെല്ലാം ഇന്ന് നമ്മൾ വിസ്മരിക്കുകയും ഭാരതവർഷത്തിൻ്റെ വിവരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. വടക്ക് ഹിമാലയവും തെക്ക് സമുദ്രവുമാണ് ഭാരതവർഷത്തിൻ്റെ അതിർത്തി. ഭാരതവർഷത്തെ 9 മേഖലകളായി അഥവാ ദ്വീപുകളായി തരംതിരിച്ചിരിക്കുന്നു. ഇന്ദ്രദ്വീപ്, കസേരുമന, താമ്രപരണി, ഗബസ്തിമന, നാഗദ്വീപ്, സൗമ്യ, ഗന്ധർവൻ, വരുണൻ എന്നിവയാണ് ഈ പ്രദേശങ്ങളുടെ പേരുകൾ. 9ാമത്തെ മേഖല എല്ലാ വശങ്ങളിലും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. ഭാരതവർഷത്തിലെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഗതാഗത പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഭാരതവർഷത്തിന്റെ തെക്കേ അറ്റം കുമാരിക അഥവാ കേപ്പ് കൊമോറിൻ അല്ലെങ്കിൽ കന്യാകുമാരി എന്നറിയപ്പെടുന്നു. ഭാരതവർഷത്തിന്റെ അതിരുകൾക്കപ്പുറം അവിശ്വാസികൾ, അതായത് വേദങ്ങളിൽ വിശ്വസിക്കാത്തവർ ജീവിക്കുന്നു. കിഴക്ക് കിരാതന്മാരും പടിഞ്ഞാറ് യവന്മാരും വസിക്കുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരാൽ ഭാരതവർഷത്തിൽ ശരിയായ ജനസംഖ്യയുണ്ട്. ഭാരതവർഷത്തിൽ 7 പ്രധാന പർവ്വതനിരകളുണ്ട്. ഇവ മഹേന്ദ്രൻ, മലയൻ, സഹ്യൻ, ശക്തിമാനൻ, ഋഷൻ, വിന്ധ്യൻ, പരിപത്രൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മറ്റു നിരവധി ചെറിയ ശ്രേണികളുണ്ട്. അവയിൽ മന്ദാരയും രവിയടയും ഉൾപ്പെടുന്നു. മലനിരകളിൽ നിന്നുള്ള ഉത്ഭവം കാരണം ഈ പ്രദേശത്ത് നദികളാൽ സമൃദ്ധമാണ്. ഗംഗ, സിന്ധു, സരസ്വതി, ശതദ്രു അതായത് സത്ലജ്, ചന്ദ്രഭാഗ അതായത് ചെനാബ്, യമുന, സരയു, ഇരാവതി അതായത് രവി, വിദസ്ത, വിഭാഷ അതായത് ബിയാസ്, ദേവിക, കുഹു, ഗോമതി, ദുനഭാബ, വഹുദ, ദൃശദ്വതി, കൗശികി, തൃതീയ, ഗണ്ഡകി, നിശ്ചിര, ഇക്ഷു, ലോഹിത അതായത് ബ്രഹ്മപുത്ര മുതലായവ ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
വേദശ്രുതി, വന്ദന, സധീര, മഹതി, പര, ചർമ്മൻവതി അതായത് ചമ്പൽ, വിദിശ, വേത്രാവതി, ക്ഷിപ്ര, അവന്തി എന്നീ നദികൾ പതിപത്ര ശ്രേണിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതിപത്രയെ ആരവല്ലി പർവ്വതനിരയായി തിരിച്ചറിയുന്നു. ഷോണ, നർമ്മദ, പിപ്പല, ശ്രോണി, കരധോയ, പിശാചിക, നിലോധപ, ജംബുല, വാലുവാഹിനി, സീതരാജ, ശക്തിമതി, മക്രുണ, ത്രിവിധ എന്നീ നദികൾ ഋഷശ്രേണിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ഋഷശ്രേണി ഛോട്ടാ നാഗ്പൂരിന് ചുറ്റുമുള്ള മലനിരകളാണ്. തപി അഥവാ തപതി, പയോഷ്തി, നിർവിന്ധ്യ, ഭദ്ര, നിഷാദ, വെൺവ, വൈതരണി, കുമുദ്വതി, ത്രോയ, മഹാഗൗരി, ദുർഗ, അന്തശീല എന്നിവ വിന്ധ്യ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ്. സഹ്യപർവ്വതത്തിൽ നിന്നാണ് ഗോദാവരി, ഭീമത്തി, ഭീമരഥി, കൃഷ്ണ, വേണി, വഞ്ചുള, തുംഗഭദ്ര, സുപ്രയാഗ, കാവേരി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത്. സഹ്യപർവ്വതനിര പശ്ചിമഘട്ടത്തോട് യോജിക്കുന്നു. മലയ പർവ്വതനിരകളിൽ നിന്നാണ് കൃതമാല, താമ്രവർണി, പുഷ്പജാതി, ഉൽപ്പലവതി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത്. മഹേന്ദ്ര പർവ്വതനിരകൾ ത്രിസാമ, ക്രതുതുല്യ, ഇക്ഷുല, ത്രിദിവ, ലാംഗുലീനി, വംശധാര എന്നീ നദികളുടെ ഉറവിടങ്ങളായി കാണപ്പെടുന്നു. ഋഷിക, സുകുമാരി, മന്ദക, മന്ദവാഹിനി, കൂബ, പലാശിനി എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ശക്തിമാന പർവ്വതത്തിൽ നിന്നാണ്. ജ്യോതിശാസ്ത്രത്തിൽ 5 മൂലകങ്ങൾ അഥവാ ഭൂതങ്ങൾ ചേർന്നതാണ് ഭൂമി. ഭൂമി, കാറ്റ്, ആകാശം, ജലം, ഊർജം എന്നിവയാണ് 5 മൂലകങ്ങൾ. പാതാളത്തിൽ 7 മേഖലകളുണ്ട്. അടലം, സുതലം, വിതലം, ഗർഭസ്ഥലം, മഹാതലം, ശ്രിതളം, പാതാളം എന്നിങ്ങനെ ഇവ അറിയപ്പെടുന്നു. പാതാളം എന്നത് നരകത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയാണ്. അതുപോലെ തന്നെ പാതാള ലോകങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പേരായും പാതാളത്തെ സൂചിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ 7 പ്രദേശങ്ങളുടെ പേരുകൾ ഓരോ പുരാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് രസതലം എന്ന പേര് പല ഗ്രന്ഥങ്ങളിലും കാണാം. അടലത്തിലെ നിലം ഇരുണ്ട നിറമാണ്. സുതലത്തിൽ വിളറിയതാണ്. വിതലത്തിൽ ചുവന്ന നിലമുണ്ട്. ഗർഭസ്ഥലയിൽ നിലം മഞ്ഞ നിറമാകും. മഹാതലത്തിലത് വെളുത്തതാണ്. ശ്രീതലത്തിൽ ധാരാളം കല്ലുകളും പാറകളുമുണ്ട്. എന്നാൽ പാതാളത്തിൽ നിലം സ്വർണം കൊണ്ടുള്ളതാണ്. പാമ്പുകളും ഭൂതങ്ങളും പാതാളത്തിൽ വസിക്കുന്നു. അടലം ഭരിക്കുന്നത് നമുജി എന്ന അസുരനാണ്. മഹാജമ്പൻ എന്ന അസുരനാൽ സുതലവും, പ്രഹ്ലാദൻ എന്ന അസുരനാൽ വിതലവും, കാലനേമി എന്ന അസുരനാൽ ഗഭസ്ഥലയും, വീരോചനൻ എന്ന രാക്ഷസനാൽ മഹാലവും, കേസരി എന്ന അസുരനാൽ ശ്രിതലവും, വാലി എന്ന അസുരൻ പാതാളവും ഭരിക്കുന്നു. വാസുകി എന്ന മഹാസർപ്പം ശ്രീതലയിലും ശേഷൻ എന്ന മഹാസർപ്പം പാതാളത്തിലുമാണ് വസിക്കുന്നത്. നാഗങ്ങളുടെ രാജാവാണ് വാസുകി. ദക്ഷന്റെ പുത്രി കദ്രുവിൻ്റെയും കശ്യപ മുനിയുടെയും മകനായിരുന്നു വാസുകി. സാധാരണയായി വാസുകിയെയും ശേഷനെയും പര്യായമായി കണക്കാക്കപ്പെടുന്നു. അനന്തൻ എന്ന പേരും അവർക്കായി ഉപയോഗിക്കുന്നു. ശേഷൻ എന്ന പാമ്പിൻ്റെ കണ്ണുകൾ ചുവന്ന താമരകൾ പോലെയാണ്. അവൻ്റെ നിലം വെളുത്തതാണ്. അവൻ നീലവസ്ത്രം ധരിക്കുന്നു. അവൻ്റെ 1000 ഫണങ്ങൾ പ്രഭയാൽ തിളങ്ങുന്നു. 2 മേഖലകളും ഉൾക്കൊള്ളുന്ന 7 ലോകങ്ങൾ ഉള്ളതുപോലെ ഉയർന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 7 ലോകങ്ങളുമുണ്ട്. പ്രപഞ്ചം 14 ലോകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്നിങ്ങനെയാണ് ഉയർന്ന സപ്തലോകങ്ങൾ അറിയപ്പെടുന്നത്. സമയത്തിൻ്റെ ഏറ്റവും ചെറിയ അളവ് ഒരു നിമിഷമാണ്. കണ്ണുകൾ ചിമ്മാൻ എടുക്കുന്ന സമയമാണത്. 15 നിമിഷങ്ങൾ ഒരു കാശിതയാണ്. 30 കാശിതങ്ങൾ ഒരു കാലമാണ്. 30 കാലങ്ങൾ ചേർന്ന് ഒരു മുഹൂർത്തം ഉണ്ടാകുന്നു. ഒരു രാത്രിയും പകലും അതായത് അഹോരാത്രം ഇടവേളയിൽ 30 മുഹൂർത്തങ്ങളുണ്ട്. ഒരു ദിവസത്തിലെ 30 മുഹൂർത്തങ്ങളെ 10 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ വിഭാഗവും 3 മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്നു. സൂര്യോദയവുമായി പൊരുത്തപ്പെടുന്ന വിഭാഗത്തെ പ്രാത അഥവാ പ്രഭാതം എന്നറിയപ്പെടുന്നു. അടുത്ത വിഭാഗത്തെ സംഗവ അഥവാ മുൻകാലം എന്ന് വിളിക്കുന്നു. ഉച്ചയ്ക്ക് മുൻപ് മധ്യാഹ്നം, ഉച്ചയ്ക്ക് ശേഷം അപരാഹ്നം, തുടർന്ന് സായാഹ്നം അഥവാ വൈകുന്നേരമെന്നും പറയുന്നു. 15 മുഹൂർത്തങ്ങൾ ചേർന്നതാണ് ഈ 5 വിഭാഗങ്ങൾ. രാത്രിയിലും തുല്യമായ മുഹൂർത്തങ്ങളുണ്ട്. രാവും പകലും എപ്പോഴും തുല്യമാണെന്ന് ഇതിനർത്ഥമില്ല. ചിലപ്പോൾ പകൽ രാത്രിയേക്കാൾ ദൈർഘ്യമേറിയതാണ്. ചിലപ്പോൾ രാത്രി പകലിനേക്കാൾ കൂടുതലായിരിക്കും. വർഷത്തിൽ 2 തവണ രാവും പകലും തുല്യമാണ്. ഈ 2 അവസരങ്ങളും ആദ്യകാല ശരത്കാലത്തിൻ്റെയും വസന്തത്തിൻ്റെയും കൃത്യമായ മധ്യഭാഗത്താണ്. 15 ദിവസങ്ങൾ ഒരു പക്ഷം അതായത് ഫോർനൈറ്റ് അഥവാ 2 ആഴ്ച ഉണ്ടാക്കുന്നു. എല്ലാ മാസത്തിലും 2 പക്ഷങ്ങളുണ്ട്. 2 മാസങ്ങൾ ഒരു ഋതു ഉണ്ടാക്കുന്നു. 3 ഋതുക്കളെ ഒരു അയന എന്ന് വിളിക്കുന്നു. അതിനാൽ ഓരോ വർഷത്തിലും 2 അയനങ്ങളുണ്ട്. മാഘ, ഫൽഗുന, ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം തുടങ്ങിയ മാസങ്ങളെ ഉത്തരായനം എന്ന് വിളിക്കുന്നു.
അതനുസരിച്ച് ശ്രാവണം, ഭദ്ര, അശ്വിന, കാർത്തിക, അഗ്രഹായനം, പൗഷം എന്നീ മാസങ്ങളെ ദക്ഷിണയാനം എന്നും വിളിക്കുന്നു. സ്വയംഭുവ മനുവിന് ഉത്ഥാനപാദൻ, പ്രിയംവ്രതൻ എന്നീ പേരുകളുള്ള 2 പുത്രന്മാർ ഉണ്ടായിരുന്നതായി നിങ്ങൾ ഓർക്കുന്നില്ലേ? പ്രിയവ്രതന്റെ സന്തതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉത്ഥാനപാദന് ധ്രുവൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. ധ്രുവൻ തന്റെ തപസ്സിലൂടെ വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുകയും ആകാശത്ത് അവനു വേണ്ടി ഒരു ഇടം നിക്ഷിപ്തമാക്കുവാനുള്ള വരം നേടുകയും ചെയ്തു. ധ്രുവന്റെ തപസ്സിയുടെ കഥ വിഷ്ണു പുരാണം പോലെയുള്ള നിരവധി പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ധ്രുവൻ ധ്രുവ നക്ഷത്രമായി. ഇത് ശിശുമര, അതായത് ഉർസമൈനോറിസ് അഥവാ ലിറ്റിൽ ബിയർ നക്ഷത്ര സമൂഹത്തിലാണ്. ചന്ദ്രൻ, സൂര്യൻ, ഗ്രഹങ്ങൾ എല്ലാം ധ്രുവനെ ചുറ്റുന്നു. സൂര്യന്റെ രഥം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 7 കുതിരകളെ രഥം വലിക്കുന്നു. ഈ കുതിരകൾക്ക് ഗായത്രി, തൃഷ്ടുപൻ, അനുഷ്ടുപൻ, ജഗതി, പടക്തി, ബൃഹത്തി, ഉഷ്ണിക എന്നീ പേരുകളാണ് നൽകിയിരിക്കുന്നത്. 12 ആദിത്യന്മാരുണ്ട്. ഓരോ 2 മാസത്തിലും 2 ആദിത്യന്മാരും 2 മുനിമാരും 2 ഗന്ധർവന്മാരും 2 അപ്സരസുകളും 2 രാക്ഷസന്മാരും സൂര്യനോടൊപ്പം സൂര്യന്റെ രഥത്തിൽ കയറുന്നു. അവ ഇപ്രകാരമാണ്: ചൈത്ര വൈശാഖ മാസങ്ങളിൽ ആദിത്യന്മാരായ ധാതൻ, ആര്യമാൻ, മുനിമാരായ പുലസ്ത്യരും പുലഹനും, ഗന്ധർവന്മാരായ തുമ്പുരുവും നാരദനും, അപ്സരസുകളായ കൃതുഷ്ടലയും പുഞ്ചികസ്ഥലയും ഹേതി, പ്രഹേതി എന്നീ രാക്ഷസന്മാരും, ജ്യേഷ്ഠ ആഷാഢ മാസങ്ങളിൽ ആദിത്യന്മാരായ മിത്രനും വരുണനും, മുനിമാരായ അത്രിയും വസിഷ്ഠനും, ഗന്ധർവന്മാരായ ഹഹയും ഹുഹുവും, അപ്സരസുകളായ മേനകയും സഹജന്യയും, രാക്ഷസന്മാരായ പൗരുഷയനും വദനും, ശ്രാവണം, ഭദ്ര എന്നീ മാസങ്ങളിൽ ആദിത്യന്മാരായ ഇന്ദ്രനും വിവസ്വനും, മുനിമാരായ അങ്കിരസനും ഭൃഗുവും, ഗന്ധർവന്മാരായ വിശ്വവാസുവും ഉഗ്രസേനനും, അപ്സരസുകളായ പ്രേംലോചിയും നിംലോചിയും, രാക്ഷസന്മാരായ വ്യാകരനും ശേതുവും, അശ്വിനി, കാർത്തിക മാസങ്ങളിൽ ആദിത്യന്മാരായ പർജന്യനും പൂഷനും, മുനിമാരായ ഭരദ്വാജനും ഗൗതമനും, ഗന്ധർവന്മാരായ വിശ്വവസുവും സുരഭിയും, അപ്സരസുകളായ വിശ്വാജിയും കൃതാജിയും, രാക്ഷസന്മാരായ അഭനും വാദനും, അഗ്രഹായനും പൗഷമാസങ്ങളിൽ ആദിത്യന്മാരായ അംശനും ഭാഗനും, മുനിമാരായ കശ്യപനും ഋതുവും, ഗന്ധർവന്മാരായ ചിത്രസേനനും ഊർണയവും, അപ്സരസുകളായ ഉർവശിയും വിപ്രജിത്തിയും, രാക്ഷസന്മാരായ വിദ്യുത്, സ്ഫൂർജൻ എന്ന രാക്ഷസന്മാരും, മാഘ ഫൽഗുന മാസങ്ങളിൽ ആദിത്യന്മാരായ തോസ്തരും ജിഷ്ണുവും, മുനിമാരായ ജമദഗ്നിയും വിശ്വാമിത്രനും, ഗന്ധർവന്മാരായ ധൃതരാഷ്ട്രരും സൂര്യവർച്ചയും, അപ്സരസുകളായ തിലോത്തമയും രംഭയും, അസുരന്മാരായ ബ്രഹ്മോപേടയും യജ്ഞോപേടയും സൂര്യദേവന്റെ കൂടെ യാത്ര ചെയ്യുന്നു. ചന്ദ്രദേവന്റെ രഥം 10 കുതിരകൾ വലിക്കുന്നു. ചന്ദ്രദേവന്റെ രഥം യയു, ത്രിമാനൻ, വൃഷൻ, രാജി, ബാലൻ, വാസൻ, തുരണ്യ, ഹംസൻ, വ്യോമി, മൃഗൻ എന്നു പേരുള്ള 10 കുതിരകൾ വലിക്കുന്നു. ബുധന്റെ രഥം 8 കുതിരകൾ വലിക്കുന്നു. ശുക്രന്റെയും ചൊവ്വയുടെയും 8 കുതിരകളും, ബൃഹസ്പതി അതായത് വ്യാഴത്തിന്റെയും ശനിയുടെയും രഥങ്ങൾ 8 കുതിരകളാലും പൂട്ടപ്പെട്ടിരിക്കുന്നു. നീലകണ്ഠനായ ശിവന്റെയും പാർവതിയുടെയും പുത്രനായ കാർത്തികേയനെ വസിഷ്ഠ മഹർഷി സത്യയുഗത്തിൽ കണ്ടുമുട്ടി. കാർത്തികേയനെ വണങ്ങിയ ശേഷം മഹർഷി ചോദിച്ചു: ശിവന്റെ കണ്ഠം എങ്ങനെയാണ് നീലനിറമായത് എന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് ഉത്തരം അറിയാം ഗുരുവേ. അതിനാൽ താങ്കളുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ്. കാർത്തികേയൻ വിനയാനിതനായി: ഞാൻ ഒരിക്കൽ കൈലാസ പർവ്വതത്തിൽ അമ്മയുടെ മടിയിൽ ഉറങ്ങുകയായിരുന്നു. എൻ്റെ മാതാവ് എൻ്റെ പിതാവിനോട് എങ്ങനെയാണ് തൊണ്ട നീലയായത് എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു. പിതാവ് നൽകിയ മറുപടി ഞാൻ നിങ്ങളോട് പറയാം. ദേവന്മാരും അസുരന്മാരും ഒരിക്കൽ ഒത്തുചേർന്ന് സമുദ്രമഥനം നടത്താൻ തീരുമാനിച്ചു. സമുദ്രമഥന കഥയുടെ വിശദാംശങ്ങൾ വായു പുരാണത്തിലില്ല. രാമായണത്തിലും മഹാഭാരതത്തിലും കൂടാതെ മറ്റു പല പുരാണങ്ങളിലും കാണാം. ദേവന്മാരും അസുരന്മാരും സമുദ്രം കടയുന്നതിന്റെ ഫലമായി ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജീവൻ നിലനിർത്തുന്ന പാനീയമായ അമൃത് നേടുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ കടച്ചിൽ തുടങ്ങിയപ്പോൾ ഭയങ്കരമായ കാളകുട വിഷമാണ് പുറത്തേക്ക് വന്നത്. ദേവന്മാരും അസുരന്മാരും ഈ വിഷം കണ്ട് സ്തബ്ധരായി. കാരണമത് അവരെയെല്ലാം നശിപ്പിക്കുവാൻ പ്രാപ്തമായിരുന്നു. അതിനാൽ അവർ രക്ഷയ്ക്കായി ബ്രഹ്മാവിൻ്റെ അടുത്തേക്കോടി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിരാശരാകുന്നത്? ബ്രഹ്മാവ് ചോദിച്ചു. സമുദ്രം കടയുന്നതിൻ്റെ ഭാഗമായി കാളകുടമെന്ന ഭയങ്കര വിഷം ഉയർന്നു വന്നിരിക്കുന്നു. ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് വേവലാതിപ്പെട്ടു. അത് പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. മഹാവിഷ്ണുവിൻ്റെ മുഖച്ഛായ പോലും ഇരുണ്ടതാക്കി. അല്പനേരം ബ്രഹ്മാവ് ആലോചിച്ചു. ശിവനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് അതിനുള്ള പരിഹാരം. ഈ ഭയാനകമായ വിഷത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. തുടർന്ന് ബ്രഹ്മാവും മറ്റു ദേവന്മാരും ശിവനോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥനകളിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ആ വിഷം വിഴുങ്ങി. എന്നാൽ വിഷത്തിന്റെ ശക്തി ശിവന്റെ കണ്ഠത്തെ നീലയാക്കി. നീല എന്ന വാക്കിന് നീല നിറമെന്നും കണ്ഠം എന്ന വാക്കിന് തൊണ്ട എന്നും അർത്ഥമുണ്ട്. ശിവന്റെ തൊണ്ട നീല നിറമായതു മുതൽ അദ്ദേഹം നീലകണ്ഠൻ എന്നും അറിയപ്പെടുന്നു. വേദവ്യാസൻ പവിത്രമായ വേദം എങ്ങനെ വിഭജിക്കപ്പെട്ടുവെന്ന് ദയവായി ഞങ്ങളോട് പറഞ്ഞു തരൂ.
മുനിമാർ ലോമഹർഷണനോട് അടുത്തതായി അഭ്യർത്ഥിച്ചു. ലോമഹർഷണൻ അക്കഥ അവർക്ക് വിവരിച്ചു. ദ്വാപരയുഗം വന്നപ്പോൾ ആളുകൾ ദുഷ്ടന്മാരായി മാറുന്നതും വേദങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു. അവർ സന്മാർഗത്തിൽ നിന്ന് ക്രമേണ വ്യതിചലിച്ചു. അതിനാൽ വേദങ്ങൾ വിഭജിച്ച് അതവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ജ്ഞാനം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. വേദങ്ങളെ 4 വിഭജിക്കാൻ ബ്രഹ്മാവ് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായ കൃഷ്ണദ്വൈപായനോട് നിർദ്ദേശിച്ചു. വേദവ്യാസന് 5 ശിഷ്യന്മാരുണ്ടായിരുന്നു. ജൈമിനി, സുമന്തു, വൈശമ്പായനൻ, പൈലൻ, ലോമഹർഷണൻ എന്നിവരായിരുന്നവർ. മൂലവേദത്തെ വിഭജിച്ച 4 ഭാഗങ്ങളാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. പൈലന് ഋഗ്വേദവും ജൈമിനിക്ക് സാമവേദവും സുമന്തന് യജുർവേദവും അഥർവവേദം എന്നെയും ഗുരു പഠിപ്പിച്ചു. ലോമഹർഷണൻ തുടർന്നു, മഹാനായ വേദവ്യാസൻ എനിക്ക് പുരാണങ്ങൾ പഠിപ്പിച്ചു തന്നു. പൈലൻ താൻ പഠിച്ച കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരായിരുന്ന ഇന്ദ്രപ്രമതി, വാഷ്കലി എന്നീ മുനിമാർക്ക് കൈമാറി. ഇന്ദ്രപ്രമതിയുടെ ശിഷ്യനായിരുന്നു മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയനിൽ നിന്നും ആ അറിവുകൾ സത്യസ്രവൻ, സത്യഷിതൻ, സത്യരഥൻ, സത്യശ്രീ എന്നിവരിലേക്ക് തുടർച്ചയായി കൈമാറി. സത്യശ്രീക്ക് ശകല്യൻ, രതിതാരൻ, ഭരദ്വാജൻ എന്നിങ്ങനെ 3 ശിഷ്യന്മാരുണ്ടായിരുന്നു. ജനകരാജാവിൻ്റെ അശ്വയാഗ സമയത്ത് തൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ ശകല്യൻ അഹങ്കരിക്കുകയുണ്ടായി. ലോമഹർഷണൻ വെളിപ്പെടുത്തി, നമുക്ക് ആ കഥ അറിയില്ല. എന്താണ് ഈ അശ്വമേധം? അതിനെക്കുറിച്ചും പറഞ്ഞു തരൂ. ഋഷിമാർക്ക് കൂടുതൽ ജിജ്ഞാസ. ലോമഹർഷണൻ അവരോട് വിവരിക്കാൻ തുടങ്ങി. പ്രിയരെ, അശ്വമേധത്തിൻ്റെയും തുടർന്നുള്ള കഥകളും അടുത്ത ഭാഗത്തിൽ വിവരിക്കാം. കഴിയുമെങ്കിൽ ഈ കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കാൻ കൂടി സഹായിക്കുക. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.